ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിലാവിൽ എഴുതിയ പ്രണയം പാർട്ട് 3. മറുനാൾ രാവിലെ ആദിത്യൻ പതിവിലും നേരത്തെ ലൈബ്രറിയിലെത്തി. പക്ഷേ നന്ദന അവിടെ ഉണ്ടായിരുന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും അവളെ കാണാനായില്ല. തിരികെ പോകാൻ ഒരുങ്ങുമ്പോഴാണ് ലൈബ്രറിയൻ വിളിച്ചത്. മോനെ, ഇന്നലെ നന്ദന ഈ പുസ്തകം ഇവിടെ മറന്നുപോയി. ആദിത്യൻ പുസ്തകം കയ്യിലെടുത്തു. അതിനുള്ളിൽ ഒരു ചെറിയ കടലാസ് മടക്കി വെച്ചിരുന്നു. അവൻ അത് പതിയെ തുറന്നു. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പഴയ തടാകക്കരയിൽ വരൂ. എനിക്ക് ചിലത് പറയാനുണ്ട്. കയ്യെഴുത്ത് നന്ദനയുടേതായിരുന്നു. വൈകുന്നേരം 5 മണിക്ക് ആദിത്യൻ തടാകക്കരയിൽ കാത്തുനിന്നു. അല്പസമയത്തിന് ശേഷം നന്ദന എത്തി. പക്ഷേ ഇന്നലത്തെ ചിരി അവളുടെ മുഖത്തില്ലായിരുന്നു. ക്ഷമിക്കണം, അവൾ പതുക്കെ പറഞ്ഞു. ഇന്നലെ കണ്ടത് എൻ്റെ ഏട്ടനാണ്. അവൾ തല താഴ്ത്തി. അപ്പോൾ എന്തിനാണ് നീ അദ്ദേഹത്തെ ഇത്ര ഭയക്കുന്നത്? ആദിത്യൻ ചോദിച്ചു. നന്ദന കുറച്ചുനേരം മിണ്ടാതെ നിന്നു. ശേഷം കണ്ണു നിറച്ചു പറഞ്ഞു. 2 വർഷം മുമ്പ് ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഒരു അപകടത്തിൽ അവൻ മരിച്ചു. അതിനുശേഷം ഞാൻ പഴയ നന്ദയല്ല. ആ ഡയറിയിൽ അവനെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. അവളുടെ ശബ്ദം വിറച്ചു. ആദിത്യൻ അവളുടെ അരികിലേക്ക് മെല്ലെ നടന്നു. അവൻ പറഞ്ഞു. കഴിഞ്ഞുപോയ ഓർമ്മകളെ ആർക്കും മായ്ക്കാൻ കഴിയില്ല. പക്ഷേ പുതിയ സന്തോഷങ്ങൾ ജീവിതത്തിലേക്ക് വരാതിരിക്കാനും പാടില്ല. ആ വാക്കുകൾ കേട്ട് നന്ദനയുടെ കണ്ണുകളിൽ വീണ്ടും ഒരു പ്രതീക്ഷയുടെ തിളക്കം തെളിഞ്ഞു. പക്ഷേ ദൂരത്തുനിന്ന് ഒരു കറുത്ത SUV വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നു. അതിൽ നിന്ന് ഇറങ്ങിയ ആൾ വിളിച്ചു പറഞ്ഞു. നന്ദന, ഉടൻ വീട്ടിലേക്ക് വാ. അവർ വീണ്ടും വന്നിരിക്കുന്നു. ആ വാക്കുകൾ കേട്ട് നന്ദനയുടെ മുഖം വീണ്ടും വിളറി. അവർ വീണ്ടും വന്നിരിക്കുന്നു. ആ വാക്കുകൾ കേട്ടതും നന്ദനയുടെ കൈകൾ വിറച്ചു. ആദിത്യന് ഒന്നും മനസ്സിലായില്ല. ആരാണ് അവർ? അവൻ ചോദിച്ചു. നന്ദനയുടെ ഏട്ടൻ ചുറ്റും നോക്കി. ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. വീട്ടിൽ വരൂ, അദ്ദേഹം പറഞ്ഞു. മൂവരും കാറിൽ കയറി. ആരും ഒന്നും സംസാരിച്ചില്ല. കാർ പതിയെ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ നന്ദനയുടെ അമ്മ പ്രാർത്ഥനാമുറിയിലായി ഇരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഭയവും പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ആദിത്യനെ കണ്ട അവർ പതുക്കെ പറഞ്ഞു. ഇനി സത്യം മറച്ചുവെക്കാൻ പറ്റില്ല. നന്ദന പഴയ ഡയറി എടുത്തു. അത് ആദിത്യൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് മുഴുവൻ വായിക്കണം, അവൾ പറഞ്ഞു. ഡയറി തുറന്നപ്പോൾ ഒരു കത്ത് വീണു. ആദിത്യൻ അത് എടുത്തു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതൊരു അപകടമല്ലെന്ന് വിശ്വസിക്കണം. ആ വാക്കുകൾ വായിച്ചപ്പോൾ എല്ലാവരും ഞെട്ടി. ആ കത്ത് അഭിനവ് എഴുതിയതായിരുന്നു. മുറിയാകെ നിശബ്ദമായി. ഇത് അപകടമല്ല, ഏട്ടൻ പറഞ്ഞു. ഒരു പഴയ വീഡിയോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഫോണെടുത്ത് വീഡിയോ കാണിച്ചു. മഴയുള്ള രാത്രിയിലെ ദൃശ്യങ്ങൾ തെളിഞ്ഞു. ഒരു വാഹനം വേഗത്തിലെത്തി. അഭിനവിൻ്റെ ബൈക്കിലേക്ക് വാഹനം ഇടിച്ചു. ഇത് മനഃപൂർവ്വമാണെന്ന് വ്യക്തമായിരുന്നു. ആദിത്യൻ ഞെട്ടി നിന്നു. അപ്പോൾ ഇത് കൊലപാതകമായിരുന്നോ? അവൻ പതുക്കെ ചോദിച്ചു. അതേസമയം ഒരു കാർ വീട്ടിന് മുന്നിലെത്തി. ഒരു അപരിചിതൻ ഗേറ്റിൽ ഒരു കവർ വെച്ചു. ഒന്നും പറയാതെ അവൻ തിരിഞ്ഞുപോയി. കവർ തുറന്നപ്പോൾ ഒരു വരി മാത്രം ഉണ്ടായിരുന്നു. എല്ലാവരും പരസ്പരം നോക്കി. പഴയ സത്യങ്ങൾ അന്വേഷിക്കരുത്, അല്ലെങ്കിൽ അടുത്ത ഇര നിങ്ങളായിരിക്കും. ആദിത്യൻ കത്ത് മുറുകെ പിടിച്ചു. സത്യം ഞാൻ കണ്ടെത്തും, അവൻ പറഞ്ഞു. തുടരും. അടുത്ത പാർട്ട് 4 ഞാൻ ഉടനെ വിടാട്ടോ വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.